വാശിയുടെ കൊടുമുടിയിൽ കയറി നിന്നുകൊണ്ട് അനീഷിനെ ഒതുക്കുവാൻ ശ്രമിച്ച സെലിബ്രിറ്റികൾ അവർ മനസ്സിലാക്കിയില്ല അവരവരുടെ കുഴി തന്നെയാണ് തോണ്ടുന്നതെന്ന്. സത്യത്തിൽ ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അതിനോടുള്ള ബന്ധത്തിൽ ഇത്രയും സമയം അവിടെ കടന്ന് ബഹളമുണ്ടാക്കിയവരുടെ ഇടയിൽ തന്നെ പുതിയ ചേരി രൂപപ്പെട്ടിരിക്കുകയാണ്. അനുമോള് തുടക്കം മുതൽ അനീഷിന്റെ ബദ്ധശത്രുവാണ്. പക്ഷെ ഇപ്പോൾ അനീഷ് ആയിരുന്നു ശരി എന്ന് പറയുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നു. അയാൾക്ക് വിട്ടുകൊടുക്കണമായിരുന്നു. അല്ല, അതിനേക്കാൾ ശക്തമായിട്ട് ശാരീരിക രംഗത്തെത്തിയിരിക്കുകയാണ്. നിങ്ങൾ കാണിച്ചത് ഭയങ്കര അബദ്ധമാണ്. നിങ്ങൾ ആരോടാണ് ഈ വാശി കാണിച്ചത്? അയാൾ എന്തെങ്കിലും ചെയ്യട്ടെ. അയാൾ ഒന്നാം സ്ഥാനത്ത് എത്തിയത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് നഷ്ടപ്പെടാനുള്ളത്? നിങ്ങളുടെ വാശി കാരണം നഷ്ടപ്പെട്ടത് എന്താണ്? ഈ വീട്ടിലുള്ള എല്ലാവർക്കും വലിയ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾ എന്തിനാണ് ഈ കടുംപിടുത്തം പിടിക്കുന്നത്? നിങ്ങളോട് കഴിഞ്ഞ ദിവസം ലാലേട്ടൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അയാൾ എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ബിഹേവ് ചെയ്യണം, അത് നിങ്ങളല്ല തീരുമാനിക്കുന്നത്. അയാൾ അയാളുടെ ഗെയിം കളിക്കട്ടെ. അയാളുടെ ഗെയിമിനെതിരായിട്ട് നിങ്ങൾക്ക് ഗെയിം ഉണ്ടെങ്കിൽ നിങ്ങൾ കളിക്ക്. അതല്ലേ ലാലേട്ടൻ പറഞ്ഞത്? ഇതെല്ലാം കേട്ടിട്ടും പിന്നെയും നിങ്ങൾ എന്തിനാണ് ഇയാളുടെ പുറകിന് വാശിയോടുകൂടി ഇങ്ങനെ നടക്കുന്നത്? അതുകൊണ്ടിപ്പോൾ ഈ വീട്ടിൽ എല്ലാവർക്കും പൊതുവായിട്ടുള്ള നഷ്ടമല്ലേ സംഭവിച്ചിരിക്കുന്നത്? ആർക്കും പ്രത്യേകിച്ച് മറുപടിയൊന്നും പറയുവാനില്ല. അനീഷിനെ പ്രത്യേകിച്ച് ആർക്കും കുറ്റപ്പെടുത്തുവാനുമില്ല. അയാൾ ഒന്നാം സ്ഥാനം ഡിസർവ് ചെയ്യുന്നു. അയാൾ അയാളുടെ കളിയാണ് പുറത്തെടുത്തത്. ആ കളിയെ മറുതന്ത്രം കൊണ്ട് തോൽപ്പിക്കണമായിരുന്നു. ഇല്ല എങ്കിൽ അയാളെ അവിടെ മുൻപിൽ നിർത്തിക്കൊണ്ട് അയാൾക്കിട്ട് പണി കൊടുക്കുവാൻ, ഈ പണിപ്പുര ടാസ്കിനോടുള്ള ബന്ധത്തിൽ അയാളുടെ തിരഞ്ഞെടുപ്പുകളിലൊക്കെ തെറ്റുകൾ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ വെച്ച് ഗെയിം കളിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ബാലിശമായ തീരുമാനങ്ങൾ കൂടി റാങ്കിംഗ് ടാസ്ക് തന്നെ ഇല്ലാതെയാക്കി കളഞ്ഞു. എന്തൊരു വിഡ്ഢികളാണ് ഇവര്. എന്തായാലും ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് അനീഷിന്റെ ഗെയിം സ്ട്രാറ്റജി എന്താണെന്നും അനീഷ് എങ്ങനെ മുൻപോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നതെന്നും. അതിനെ അവർ എഗ്രി ചെയ്യാൻ തുടങ്ങി. അനീഷിനെ കൊന്നു തിന്നാനുള്ള വാശിയുണ്ട്. പക്ഷെ ബിഗ് ബോസ് അനീഷിന് സപ്പോർട്ടായിട്ട് നിൽക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ബിഗ് ബോസ് ഇങ്ങനെ അനീഷിനെ കയറൂരി വിടുന്നത്? അനീഷ് അവിടെ ഗെയിമാണ് കളിക്കുന്നത്. ബിഗ് ബോസിന്റെ ഒരു റൂളുകളും അയാൾ തെറ്റിക്കുന്നില്ല. ഒരിക്കൽ പോലും അനീഷിനെ ബിഗ് ബോസ് വിളിച്ച് വാൺ ചെയ്യുവാനുള്ള ഒരവസരവും ഉണ്ടാക്കിയിട്ടില്ല. 100% പെർഫെക്റ്റ് ആയിട്ടാണ് അയാൾ ബിഗ് ബോസിനുള്ളിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ബിഗ് ബോസിന് കംപ്ലൈന്റുകളൊന്നുമില്ല. അയാൾ അയാളുടെ ഗെയിം സ്ട്രാറ്റജിയാണ് പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ മുൻപിൽ പല ആൾക്കാർക്കും പിടിച്ചു നിൽക്കുവാൻ പറ്റുന്നില്ല. അതിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. അത്രയൊന്നും ബുദ്ധി സെലിബ്രിറ്റികൾക്ക് വർക്ക് ചെയ്യുന്നുമില്ല. ഈ വിഷയം പറഞ്ഞു വന്നപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഇതിനോടുള്ള ബന്ധത്തിൽ ആരോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കണ്ടു. കഴിഞ്ഞ എപ്പിസോഡിനോടുള്ള ബന്ധത്തിലാണ് എഴുതിയിരിക്കുന്നത്. വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ടെങ്കിലും ഇവർക്ക് നേരം വെളുത്താൽ മതിയായിരുന്നു. പ്രത്യേകിച്ച് അപ്പാനി ശരത്തിനൊക്കെ ഇത്തിരി ബുദ്ധി പ്രയോഗിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒഴുക്കിനെതിരെ നീന്താൻ ശ്രമിക്കുന്ന, എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ആ ഒരാളിലേക്ക് പോകും പ്രേക്ഷക പ്രീതി കൂടുതൽ എന്ന ബേസിക് ബിഗ് ബോസ് തത്വം ആ ഷോ ഫോളോ ചെയ്യുന്ന ആർക്കും മനസ്സിലാവും. അനീഷ് ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി അതാണ്. സംഗതി ഓൾഡ് സ്കൂൾ സ്ട്രാറ്റജി ആണെങ്കിലും അത് ഇപ്പോഴും വിജയിക്കും. മോഹൻലാൽ ഇന്ന് എല്ലാവരോടും പറയാതെ പറഞ്ഞു അയാളുടെ സ്ട്രാറ്റജിയാണത്. അത് അയാൾ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. നിങ്ങളെക്കാൾ പുറത്ത് അയാൾക്കാണ് സപ്പോർട്ട്. അതുകൊണ്ട് അയാളെ വിട്ടുകളയുക, ഇഗ്നോർ ചെയ്യുക, മറ്റ് കണ്ടന്റുകളിലേക്ക് നിങ്ങൾ പോവുക എന്ന്. ഇത് പറഞ്ഞ് ലാലേട്ടൻ പോയ ഉടൻ തന്നെ അഭിലാഷ് കയറി വീണ്ടും അനീഷിനെ ചൊറഞ്ഞു. വീണ്ടും അനീഷിന് സ്ക്രീൻ സ്പേസ് കൊടുക്കുന്നു. അപ്പാനി ശരത്തിന്റെയൊക്കെ മുഖഭാവം കണ്ടാൽ അയാൾ എന്തോ ബുദ്ധിമാനാണെന്നുള്ള ഭാവമാണ്. അനീഷ് വിരിക്കുന്ന ട്രാപ്പിൽ വീഴുന്ന ഒരു ഈയാമ്പാറ്റ മാത്രമാണ് അപ്പാനി. അപ്പാനി മാത്രമല്ല, അവിടെയുള്ള പലരും. അനീഷിന് സ്ക്രീൻ സ്പേസ് ഒപ്പിച്ചു കൊടുക്കുവാനുള്ള കുറെ ആൾക്കാർ മാത്രമാണ് ഇവരൊക്കെ. അത് അയാൾ ഇന്നലത്തെ ലാലേട്ടന്റെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് മനസ്സിലാക്കുന്നില്ലെങ്കിൽ വെറും പാഴായി മാറും. പറയുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ തർക്കിച്ചു നിൽക്കുവാനുള്ള ആംബിയർ, തർക്കശാസ്ത്രമൊന്നും അനീഷിനില്ല. ഒരേ കാര്യം റിപ്പീറ്റ് ചെയ്ത് ഉച്ചത്തിൽ പറയുക എന്നുള്ളതല്ലാതെ ഒന്നും അയാൾക്കില്ല. എന്നാൽ ഈ ആഴ്ചത്തെ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ക്രിയേറ്റഡ് ആയി മാറിയത് അയാളുടെ പേരിലാണ്. ലാലേട്ടന്റെ എപ്പിസോഡിലും അയാളുടെ കണ്ടന്റ് ആയിരുന്നു മെയിൻ. പക്ഷേ ഇങ്ങനെ ഒറ്റപ്പെടുത്തി സ്ക്രീൻ സ്പേസ് കൊടുത്ത് അനീഷിന് റീച്ച് കൊണ്ടാക്കുന്നത് കേമന്മാർ എന്ന് സ്വയം ധരിക്കുന്ന ബിഗ് ബോസിലെ ബാക്കി കണ്ടസ്റ്റൻസ് ആണ്. എന്റെ സംശയം ഇതാണ്: സീസൺ 7 ആയി. രണ്ടാമത്തെ സീസണിൽ രജിത് കുമാർ ചെയ്ത ടാക്ടിക് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി അത് വമ്പൻ വിജയമായി. മൂന്നാം സീസണിൽ ഫിറോസ് ഖാൻ ഈ സ്ട്രാറ്റജി എടുത്ത് വൻ വിജയമാക്കി. നാലാമത് സീസണിൽ റോബിനും സെയിം സ്ട്രാറ്റജി ആയിരുന്നു. അഞ്ചാം സീസണിൽ അഖിൽ മാരാർ പക്ക ഇത് തന്നെ, ഒഴുക്കിനെതിരെ നീന്തുക എന്ന സ്ട്രാറ്റജി. 6th മാത്രമാണ് ഇത് പരാജയപ്പെട്ടത്. രതീഷ് ആയിരുന്നു ഈ സ്ട്രാറ്റജി എടുത്തത്. എന്നാൽ അയാളെ ആദ്യ ആഴ്ചയിൽ തന്നെ ബിഗ് ബോസ് പുറത്താക്കി. അതിന് കാരണം അയാൾ നല്ല ഓവറായിരുന്നു. പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് പോകാൻ നോക്കിയതൊക്കെ ബിഗ് ബോസിനെ ചലഞ്ച് ചെയ്യുന്നത് പോലെ തോന്നി. അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ അയാൾ അവിടെ നിന്നേനെ കുറച്ചു നാൾ കൂടി. ആകെ മൊത്തത്തിൽ രണ്ടാം സീസൺ തൊട്ട് ഇത്രയും സീസണുകളിൽ ഒരു സീസൺ 6th ഒഴിച്ച് ബാക്കി സീസണുകളിലൊക്കെയും ഒറ്റപ്പെടൽ സ്ട്രാറ്റജി വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്.
ഈ ഒറ്റപ്പെടൽ തന്ത്രം ഒരു ട്രിക്ക് അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിയാണ്. ഇത് ഇവർക്ക് എന്താണ് മനസ്സിലാകാത്തത്? ഇതിൽ വീണാൽ ആ വ്യക്തിക്ക് ബാക്കിയുള്ളവർ ചേർന്ന് സ്ക്രീൻ സ്പേസ് ആൻഡ് പ്രേക്ഷക സപ്പോർട്ട് കൊടുക്കുകയാണ് എന്ന സത്യം എന്താ ഈ കളിക്കാർക്ക് മനസ്സിലാകാത്തത്? നോ ഐഡിയ. ഒറ്റയാഴ്ചയിൽ ബിഗ് ബോസിൽ എന്തായാലും ഏറ്റവും അധികം ചർച്ചയായത് അനീഷ് തന്നെ. നാരായണൻ എന്നാണ് ഇത് എഴുതിയിരിക്കുന്ന ആളുടെ പേര്. എന്തായാലും അത് വളരെ കൃത്യമായിട്ടുള്ള ഒരു അനാലിസിസ് തന്നെയാണ്. അതിനെ പൊളിക്കാൻ കഴിയുന്നവർ പൊളിച്ചടുക്കട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് ഇന്നലത്തെ എപ്പിസോഡ് മുഴുവനും ലാലേട്ടൻ അനീഷിനെ കണ്ടന്റ് ആക്കിക്കൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്ത് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചത്. പക്ഷേ ലാലേട്ടൻ അപ്പുറത്തോട്ട് മാറി ഒന്ന് മൂത്രം ഒഴിച്ചിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും ഇവിടെ വീണ്ടും അനീഷിനെ വെച്ചുകൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ തുടങ്ങി പല ആൾക്കാരും. ഇന്ന് നേരം വെളുത്തപ്പം മുതൽ അനീഷ് തന്നെയാണ് ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുന്നത്. ശാരികയ്ക്കൊക്കെ കത്തി തുടങ്ങിയിട്ടുണ്ട്. അവർ കാര്യം പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ആര് ഗൗനിക്കാനാണ്? എല്ലാവർക്കും വാശിയാണ്. ബുദ്ധി കൊണ്ട് കളിക്കുന്നവരല്ല, തലച്ചോറ് കൊണ്ട് കളിക്കുന്നവരല്ല, വികാരം വെച്ചിട്ട് പ്രതികരിക്കുന്ന ഒരു കൂട്ടം മണ്ണുണ്ണികളെയാണ് ഈ സീസണിലേക്ക് കയറ്റിവിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ബിഗ് ബോസിൽ അനീഷ് ടൈറ്റിൽ വിന്നർ ആയാൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇവരെല്ലാവരും കൂടി അയാളെ ടൈറ്റിൽ വിന്നർ ആക്കുന്നതാണ്. എന്തായാലും അനീഷിന്റെ സ്ട്രാറ്റജി നിങ്ങളുടെ എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്? അനീഷ് വെറുപ്പിച്ചാണ് തുടങ്ങിയത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വെറുപ്പിച്ച് അയാളെ നമ്മിൽ പലരും ഇപ്പോൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി എന്ന രീതിയിലേക്ക് എത്തിയിട്ടില്ലേ? സത്യസന്ധമായി നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തുക. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം.